ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുവൊക്കെ അല്ലേ, നമുക്കൊരു ഗുരുവായൂരപ്പനെ വരച്ചാലോ? ഗ്ലാസ്സിലാട്ടോ വരയ്ക്കണത്. അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ വരയ്ക്കുന്നതിൽ, എൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ വരച്ച് പോണതാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും അതുപോലെ തന്നെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രവുമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണല്ലോ ഗുരുവായൂരപ്പൻ. വിഷ്ണു ഭഗവാന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനെ ഉണ്ണിക്കണ്ണനായി ഇവിടെ ആരാധിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഭക്തരിൽ ഐശ്വര്യം ചൊരിയുന്ന നാഥനായി ഗുരുവായൂരപ്പനെ കണക്കാക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ വിഷുവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ? വിഷുവും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം പ്രധാനമായും ഐതിഹ്യങ്ങളിലും ഭക്തിയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വിഷ്ണു കാലത്തിൻ്റെ ദൈവമായി കണക്കാക്കപ്പെടുന്നതിനാൽ വിഷുക്കണിയിൽ കൃഷ്ണവിഗ്രഹങ്ങൾ പതിവാണല്ലോ. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണത്രേ വിഷുവായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഷുക്കണിയിൽ കൃഷ്ണനെ പൂജിക്കുന്നതും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃഷ്ണഭക്തിയിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും തേടുന്ന ഒരു ആഘോഷമാണ് മലയാളികൾക്ക് വിഷു. ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഗുരുവായൂപുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം പ്രേമാശ്രുവായി പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതഭരിത തത്വം മമ ഹൃദയം ഭക്തിം സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം പ്രണതോസ്മി ഗുരുവായൂപുരേശം.